നീന, ഇന്ന് നമ്മൾ പുതിയ സ്ഥലത്ത് നിന്നിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ? ഇന്ന് നമ്മൾ പുറത്താണ് നിൽക്കുന്നത്. പുറത്ത് എങ്ങനെയുണ്ട്? വെതർ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല വെതറാണ്. പുറത്ത് തണുപ്പാക്കി മാറി, ചെറുതായിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇന്നിപ്പോൾ ചെറുതായിട്ട് പുറത്തൊരു കാറ്റൊക്കെ ഉണ്ട് അല്ലേ? എന്നാലും നല്ല വെതറാണ്. ഇവിടെ സമയം എന്തായി? ഇപ്പോൾ ഇവിടെ 4:30 ആയിട്ടുണ്ട്. ഇനി ഇരുട്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 മണി ആയാൽ മാത്രമേ ഇരുട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വേണ്ട സമയമുണ്ടല്ലേ? നിന്റെ ഹോംവർക്ക് കഴിഞ്ഞാൽ? ഹോംവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാന്ന് അറിയാം നിനക്ക്? ഇല്ല, മാങ്ങയുണ്ട്. അമ്മ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മാങ്ങയും കൊണ്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാം. മാങ്ങ കൊണ്ട് എന്താ ഉണ്ടാക്കാം നമ്മൾ? സാധാരണ മാങ്ങ കറി ഉണ്ടാക്കും. പിന്നെ വേറെ എന്താ ഉണ്ടാക്കാം? മാങ്ങാത്തൊലി. അതാരും തന്നിരിക്കാറ്? അത് നാട്ടിൽ നിന്ന് അമ്മമ്മ തന്നിരിക്കും. മാങ്ങാത്തൊലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചില സ്ഥലത്ത് അടമാങ്ങ എന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ സൈഡിലേക്ക് മാങ്ങാത്തൊലി എന്നാണ് പറയാറ്. അത് നാട്ടിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ വേണ്ടത് കൊണ്ടുവരാറുണ്ട് അല്ലേ? എപ്പോഴും നമ്മൾ എടുത്ത് കഴിക്കും മാങ്ങാത്തൊലി. പിന്നെ മാങ്ങാത്തൊലി വെച്ചിട്ട് കറി ഉണ്ടാക്കും അല്ലേ? മീൻ കറിയിലേക്ക് ഇടും, പിന്നെ ചെമ്മീൻ കറിയിലേക്ക് ഇടും. എന്നിട്ട് ഏതാ മാങ്ങ മാത്രം നീനെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്നല്ല നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അമ്മ എന്നോട് എടുത്തേക്കുന്നത് പഴുത്ത മാങ്ങയാണ് എടുത്തേക്കുന്നത്. പഴുത്ത മാങ്ങ അത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ മാങ്ങയുടെ നല്ല സമയമാണ്. അമ്മ വിളിക്കുമ്പോൾ പറയാറില്ലേ നമ്മുടെ വീട്ടിൽ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല എല്ലാവരുടെയും വീട്ടിൽ കേരളത്തിൽ ഫുള്ള് ഇപ്പോൾ മാങ്ങയുടെ സമയമാണ്. വേണ്ട മാങ്ങ കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് പുറത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ ഒണിയൻ റിങ്സ് ഒക്കെ കഴിക്കില്ലേ? അപ്പോൾ അതിൻ്റെ ആ പുറത്തെ കോട്ടിങ് ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ലേ? ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ മാങ്ങയാകുമ്പോൾ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല ജ്യൂസിയും നല്ല മധുരത്തിലിരിക്കും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നാട്ടിലേക്ക് ആയിരുന്നാലും കുട്ടികളൊക്കെ ഇപ്പോൾ മാങ്ങയൊക്കെ എപ്പോഴും കഴിച്ച് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് അമ്മോട് എന്തൊക്കെ എടുത്തന്നെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മോടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും. അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പും ചേർക്കണം. പിന്നെ അമ്മ ക്രഷ് ചെയ്തേക്കണം മുളകും ചേർക്കുന്നുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്. അത് രണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതൊരു കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കും. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് എടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ബ്രെഡ് ക്രംസാണ് അതിൻ്റെ പുറത്തെ കോട്ടിങ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കും. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ല മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാങ്ങയുടെ തൊണ്ടൊന്ന് കളയാം. മാങ്ങയുടെ തൊണ്ട് ആര് കളയും? ഓക്കെ, ഈ മാങ്ങയുടെ തൊണ്ട് കളയാം. അപ്പോൾ അമ്മ ഇവിടെ ഇതിലേക്കുള്ള ബാറ്റർ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ പാത്രം എടുത്തുകൊണ്ടുന്നില്ല, അകത്ത് പോയി പാത്രം എടുത്തിട്ട് വരാം. എന്തായി എത്തിയിട്ട് ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാം. പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട് കാറ്റിന്. അപ്പോൾ ഇതിലേക്ക് ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അതിപ്പോൾ കറക്റ്റായിട്ട് ഇത്രയ്ക്ക് അളവ് തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോരം മാങ്ങ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മൈദപ്പൊടി എടുത്തിട്ട് ബാറ്റർ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് എന്ത് ചേർക്കും? കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ മാങ്ങയുടെ മധുരവും പിന്നെ ചെറുതായിട്ടൊരു സ്പൈസിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുക. അത് ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണം മുളക് ചേർക്കാം. അത് ഞാനിവിടെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കാണ്ട് സ്പൈസി ആയിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ചേർത്താൽ മതി. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരുപാട് ലൂസായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. കുറച്ച് തിക്കായിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. മാങ്ങ എങ്ങനെയുണ്ട്? ഒരെണ്ണം ചെത്തിയല്ലേ? ഇവിടെ ഈ കിട്ടണ ഈ മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങ ഇട്ടത്. അപ്പോൾ ഇതിലെടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണം. പുളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയും പിന്നെ ഒരുപാട് നാരുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ. നാരില്ലാത്ത മാങ്ങയായിരിക്കും ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതന്നെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. കൈ വേനെടുക്കണ്ടേ? അവിടെ വയ്ക്കാൻ മതി. ഇത് മിക്സ് ചെയ്യും. ഈ മാങ്ങ നമ്മൾ കുറച്ച് കനം കുറഞ്ഞ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഭയങ്കര പഴുത്ത മാങ്ങയില്ലേ, നമുക്ക് ചപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഇരിക്കുന്ന മാങ്ങ. അത്രയ്ക്ക് പഴുത്ത മാങ്ങ പറ്റില്ല കേട്ടോ. കുറച്ചിങ്ങനെ ഉറച്ച് നിൽക്കുന്ന മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തായി നമ്മുടെ മാങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതാണ് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടം. കത്തി കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. ഈ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആര് കട്ട് ചെയ്യും? നീ കട്ട് ചെയ്തോ? വേണ്ട. ഓക്കെ. ഇനിയുണ്ട്. മാങ്ങയ്ക്ക് നല്ല കളറുണ്ടല്ലേ? കഴിക്കണമെന്ന് തോന്നണ്ട? നീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മാങ്ങ. എനിക്ക് തോന്നണം ഇപ്പം കഴിക്കണ്ട. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കും മാങ്ങ. കുഞ്ഞു പീസ് തരാം. ഞാൻ ഇനി മതിയെന്ന് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടത് കഴിഞ്ഞിട്ട്. എന്നാലും നമ്മുടെ നാട്ടിലെ ഈ നാട്ടുമാങ്ങയുടെ നാടൻ മാങ്ങയുടെ ടേസ്റ്റ് ഇങ്ങനത്തെ മാങ്ങയ്ക്ക് കിട്ടില്ല കേട്ടോ. ആ നാടൻ മാങ്ങ നീ കഴിച്ചിട്ടുണ്ടാവും നാട്ടിലെ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ ജൂലൈ അവസാനമൊക്കെ ചെല്ലുമ്പോഴേക്കും നാട്ടിൽ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കടയിൽ നിന്നാണ് സാധാരണ മാങ്ങ വാങ്ങാറ്. പക്ഷേ ആ മാങ്ങയുടെ ടേസ്റ്റ് അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ പറമ്പിലുണ്ടാവുന്ന മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങണ്ടി എനിക്ക് വേണം. ഓക്കെ. പിന്നെ നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനം ഉണ്ടാക്കാറുണ്ടല്ലോ. എന്ത് സാധനം അറിയാം? എന്ത് സാധനം? നമ്മൾ കവിതാൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിച്ചത് എന്ത് സാധനം? ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ്. ഈ പഴുത്ത മാങ്ങ വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പഴുത്ത മാങ്ങയും പിന്നെ വാനില ഐസ്ക്രീം കൂടിയിട്ട് മിക്സ് ചെയ്യുക. മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നട്ട്സ് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട് സലാഡ് പോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കും അല്ലേ? നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാങ്ങ കൊണ്ട് വേറെ എന്താ ഉണ്ടാക്കുക നമ്മൾ? മാംഗോ ലേസി ഉണ്ടാക്കും. പിന്നെ പാൽ ഒഴിച്ചിട്ടുണ്ടാക്കില്ലേ? പാൽ ഒഴിച്ചിട്ടുണ്ടാക്കും. പക്ഷേ തൈര് ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് അല്ലേ? ഇനി ഈ മാങ്ങേനെ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് ഇങ്ങനെ നീളത്തിലിട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യില്ലേ, അതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇഷ്ടംപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും അല്ലേ? അതോടെ താഴെട്ടോ. പിന്നെ ഇവിടെ പുറത്തൊരു സൗണ്ട് കേൾക്കുന്നത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു വീട്ടിൽ പുല്ല് വെട്ടുന്ന സൗണ്ട് കേട്ടോ. ഈ സമയമൊക്കെ ആകുമ്പോൾ മിക്കപ്പോഴും ഇതേപോലെ സൗണ്ട് കേൾക്കും. മിക്കവരുടെ വീട്ടിൽ ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ പുല്ലൊക്കെ വെട്ടണുണ്ടാവും. അതിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്ന ബട്ടർ ചിക്കൻ കുറച്ച് പേരൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? പിന്നെന്താ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയത് ബ്രെഡ് വെച്ചിട്ട് പഴത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാക്കിയത്, അതും ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് കാലത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മയാണ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി, അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും എപ്പോഴും കമൻസ് ഇടുമ്പോൾ പറയുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് നല്ല ഇഷ്ടമല്ല, ഭർത്താവിനും മക്കൾക്ക് നല്ല ഇഷ്ടമായി എന്ന് പറയാറ്. അമ്മയുടെ ഇഷ്ടം ഒരു സമയത്ത് പറയാറില്ല. അതെന്താ അങ്ങനെ പറയാത്തെന്താ? എല്ലാവരും എപ്പോഴും അമ്മമാരെ അങ്ങനെ പറയുള്ളൂ. എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമായി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ നല്ല ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമായി എന്ന് പറയാത്ത എന്താ? അമ്മമാർക്ക് ഇഷ്ടങ്ങളൊന്നുമില്ലേ? അവർക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ എന്താ അവർ പറയാത്ത എന്താ അങ്ങനെ? ഭക്ഷണം ഉണ്ടാക്കുന്നത് അവരുടെ മക്കൾക്കാണ്. അപ്പോൾ അവർ പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അവർ കൂടുതൽ നോക്കണത്
എൻ്റെ കുട്ടിക്ക് നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ അല്ലേ അങ്ങനെ ആയിരിക്കും നോക്കാം. എൻ്റെ മോക്ക് നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മക്കളുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പപ്പയ്ക്ക് എന്താണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അമ്മമാർ നോക്കുന്നത് പിള്ളേരുടെ കാര്യം നോക്കാം അല്ലേ. അങ്ങനെ എല്ലാവരും നമ്മൾ ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിട്ടല്ലേ. ഇതേപോലെ ആരെങ്കിലുമൊക്കെ ചെത്തി വെച്ച് തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. ഇടയ്ക്ക് അമ്മ ചെത്തി വെക്കാറുണ്ടല്ലേ വല്ലപ്പോഴും. അമ്മയ്ക്ക് മടിയാച്ചിരിക്കും അല്ലേ. ഇങ്ങനെ തന്നെയാണ് ചെത്താറല്ലേ. ചെത്ത നോക്കും പക്ഷെ കുറേ സമയമൊക്കെ എടുത്ത് ചെത്തി കഴിക്കും. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. കൈയൊക്കെ മുറിയും പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈദയും കൊണ്ടുള്ള മിക്സിങ് ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കരുത്. ആ മാങ്ങ ഇതിനകത്ത് നമ്മൾ മാങ്ങ മുക്കുമ്പോൾ ഈ മാങ്ങേമ ഇതാണ്ട് പിടിച്ചിട്ടിരിക്കണം. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് നല്ല ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിനക്കറിയോ എങ്ങനെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാന്ന്? നിനക്ക് അറിഞ്ഞൂടെ എങ്ങനെ ഉണ്ടാക്കാന്ന്? ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കാം. എന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടാക്കിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡാണല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ചെറുതായിട്ട് ഒരു ക്രഞ്ചി പോലത്തെ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് ചൂടാക്കട്ടെ. മാങ്ങാപ്പൊരി ഉണ്ടാക്കാനുള്ളത് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരെണ്ണം കാണിച്ചു തരാം. എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ. ഇതിനകത്ത് മാങ്ങയുടെ ഒരു കഷ്ണം എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ ഈ മിക്സിൽ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു കോട്ടിങ് കിട്ടും. ഇനി അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ എല്ലായിടത്തും ആവണം. അപ്പോൾ തൊട്ടിട്ട് നമുക്ക് 2-3 എണ്ണം അതേപോലെ ഇടാം. അപ്പോൾ നമ്മൾ എടുക്കണ മാങ്ങ ഒരുപാട് പഴുത്തതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കിട്ടില്ലല്ലോ. അത് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പഴുത്ത് കുഴഞ്ഞു പോകാത്ത മാങ്ങ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഒരു സ്പൂണും കൊണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് ക്രംസ് ഇടാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ ഈ ബാറ്ററി മുഴുവൻ നമ്മുടെ കൈമ പിടിക്കും. അപ്പോൾ ഈ മാങ്ങേമ ബ്രെഡ് ക്രംസ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം അതൊക്കെ പിടിച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെഡ് ക്രംസ് അത് മേന്നാണ്ട് വിട്ടുപോകും. നല്ല സോഫ്റ്റ് ആയിട്ട് പിടിക്കണം. അപ്പം നമ്മുടെ ഇതെല്ലാവരും റെഡി ആയിട്ടുണ്ടല്ലേ. കാണാൻ എങ്ങനെയുണ്ട്? ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മാങ്ങയെന്ന് പറയില്ല അല്ലേ. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ബ്രെഡ് ക്രംസിലേക്ക് റെഡി ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് വറുത്തെടുക്കുന്ന സമയമാകുമ്പോൾ വറുത്തെടുത്താൽ മതി. പക്ഷേ ഫ്രിഡ്ജിൽ ഒരു അധികം നേരം ഫ്രിഡ്ജിൽ വെക്കാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം ഈ ബ്രെഡ് ക്രംസ് ഈ മാങ്ങയുടെ ഉള്ളിൽ വെള്ളം മുഴുവൻ വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ നമ്മളത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കുടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 മണിക്കൂറൊക്കെ ഇതേപോലെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെച്ചാൽ മതി. കൂടുതൽ നേരം അങ്ങനെ വെക്കണ്ട. അതിപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അങ്ങനെ തന്നെ. നമ്മൾ മമ്മി അങ്ങനെ വെക്കാറില്ലല്ലോ. മിക്സിങ് റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. പക്ഷേ ബ്രെഡ് ക്രംസിൽ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കട്ട്ലേറ്റ് കുറേ ഓയിൽ കുടിക്കും അല്ലേ. മിക്സിങ് നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒക്കെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ പിള്ളേരുള്ള വീട്ടിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പൊക്കെ ആക്കി തരും അല്ലേ. ക്ലീൻ ആക്കി തരാറില്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും അമ്മമാരേനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നമുക്കിനി വറുത്തെടുക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കാം അല്ലേ. ഓക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇത് ഇൻഡക്ഷൻ കുക്കറാട്ടാ. ഞങ്ങൾ പുതിയത് വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ടോ നോക്കട്ടെ. നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എനിക്കോട് നാട്ടിലെ ഒരിത് എല്ലാവരും വീടുകളിലുണ്ടാവും. പക്ഷേ ഇവിടെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നാട്ടിൽ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇതേപോലെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഓയിൽ ചേർക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം കേട്ടോ. നമ്മൾ എന്ത് സാധനം നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ. ശരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇതൊരു സൈഡ് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും തിരിച്ചിടാം.
Kitchen, and today we're making onion style mango fries. എന്ത് സാധനം? Onion style mango fries. ഓ, ഓണിയൻ സ്റ്റൈൽ മാംഗോ ഫ്രൈ. പുതിയ പേരല്ലോ, നമുക്കതിടാം. അപ്പോൾ ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇത് വെക്കണ്ടല്ലോ, ഇത് ഭയങ്കര വലിയ പീസ്, നമുക്ക് മാറ്റി നമുക്ക് ഇത് കഴിഞ്ഞും കഴിക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചേക്കണ ഓയിൽ അധികമൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ വറുത്തിട്ട് എടുക്കുമ്പോൾ അധികം ഓയിലൊന്നും കുടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മാങ്ങ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട്? അത് ഭംഗിയുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തന്നെ അറിയാം. നീ കഴിച്ചു നോക്കിയാ? ഓക്കെ, എന്നാൽ ഒരു രക്ഷണി കഴിച്ചു നോക്കാം. ആ പുള്ളെടുത്തോ. ആ മാങ്ങ അങ്ങനെ കിട്ടില്ല നമുക്ക്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പോരും. അത് നമ്മളൊരു പീസായിട്ട് എടുക്കുമ്പോൾ ഒരു പീസ് നമ്മൾ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കടിച്ച് കഴിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഈ ഞണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഞണ്ടിൻ്റെ കാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കില്ലേ, അതേപോലെ ആയിരിക്കും. മൊത്തം എല്ലാം കൂടി ഒരുമിച്ച് പോരും. കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട്? കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് മാങ്ങ പൊരിച്ചിട്ട് എടുക്കാറുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, മൈദയും കൊണ്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ, അതേപോലെ ബാറ്ററിൽ മുക്കിയിട്ട് മാങ്ങ പൊരിച്ചിട്ട് എടുക്കും. പക്ഷേ ഇതേപോലെ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഞാനങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, പിന്നെ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓണിയൻ റിങ്സ് ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് കാണാനാട്ടോ നല്ല ഭംഗി, കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിരുന്നാരൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും അവർക്ക് മനസ്സിലാവില്ല ഇത് എന്ത് സാധനമാണെന്നുള്ളത്. പിന്നെ ഇത് വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിലൊന്നും കുടിച്ചില്ല അല്ലേ. നമ്മൾ ഒഴിച്ചിരുന്ന ഓയിൽ അധികം കുറയാണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അല്ലേ? എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അവർക്ക് പോകാൻ വേണ്ടിയിട്ട് തിരക്കായി, അതാണ് കൈ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി നമുക്ക് ഇതേപോലെ തന്നെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാം അല്ലേ. സിമ്പിൾ റെസിപ്പി ആകുമ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ കുട്ടികൾക്കൊക്കെ അമ്മമാരോടെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേറൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനി പിന്നെ വരാം. അനീന പോയി. അവളുടെ പേര് ശരിക്കും നീനാന്ന് കേട്ടോ. ചിലർ നീനു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവളുടെ പേര് നീനാന്നാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, പുറത്ത് സൗണ്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനി വീഡിയോ ഇട്ട് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇവിടെ പുറത്തൊക്കെ ആയിരുന്നാലും ഇപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ നിൽക്കണ മരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ നല്ല പച്ചപ്പായിട്ടുണ്ട്, നല്ല രസമാണ്. ഇപ്പോൾ നല്ല വെതറാണ്, ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ജനലങ്ങനെ തുറക്കാറില്ല, ചെറുതായിട്ടൊരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഉച്ച നേരത്തൊക്കെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്.